ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. അടുത്ത വർഷത്തെ വേൾഡ് കപ്പിനുള്ള ഗ്രൂപ്പ് നിർണയം ഇന്നലത്തോടു കൂടി പൂർത്തിയായിട്ടുണ്ട്. ഗ്രൂപ്പ് സിയിലാണ് ബ്രസീൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതായത് മൊറോക്കോ, സ്കോട്ട്ലാൻഡ്, ഹെയ്ത്തി എന്നിവരാണ് ബ്രസീലിൻ്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. അതേസമയം ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീനയുള്ളത്. അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രിയ, അതുപോലെ തന്നെ അൾജീരിയ, ജോർദാൻ എന്നിവരാണ് വരുന്നത്. ഈ രണ്ട് ടീമുകളുടെയും മത്സരങ്ങൾ എന്നൊക്കെയാണ് അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യം അർജന്റീനയുടെ കാര്യത്തിലേക്ക് വരാം. അർജന്റീനയും അൾജീരിയയും തമ്മിലുള്ള മത്സരമാണ് ആദ്യം നടക്കുക. ജൂൺ 16-ാം തീയതി ചൊവ്വാഴ്ചയാണ് ഈ ഒരു മത്സരം അരങ്ങേറുക. സാൻ ഫ്രാൻസിസ്കോയിലോ അതല്ലെങ്കിൽ കൻസാസിലോ വെച്ചുകൊണ്ടായിരിക്കും ഈ മത്സരം നടക്കുക. പിന്നീട് ജൂൺ 22-ാം തീയതി തിങ്കളാഴ്ചയാണ് രണ്ടാമത്തെ മത്സരം അർജന്റീന കളിക്കുക. അർജന്റീനയുടെ എതിരാളികൾ ഓസ്ട്രിയയാണ്. അത് സാൻ ഫ്രാൻസിസ്കോയിലോ അതല്ലെങ്കിൽ ഡല്ലാസിലോ വെച്ചുകൊണ്ടായിരിക്കും നടക്കുക. പിന്നീട് ജൂൺ 27-ാം തീയതിയാണ് അർജന്റീന മൂന്നാമത്തെ മത്സരം കളിക്കുക. അത് ശനിയാഴ്ചയാണ്. ജോർദാനും അർജന്റീനയും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഡല്ലാസിൽ വെച്ചുകൊണ്ടോ അതല്ലെങ്കിൽ കാൻസാസിൽ വെച്ചുകൊണ്ടോ ആണ് ആ ഒരു മത്സരം നടക്കുക. ഇങ്ങനെയാണ് അർജന്റീനയുടെ ഒരു വേൾഡ് കപ്പ് കലണ്ടർ വരുന്നത്. ഇനി ബ്രസീലിന്റെ മത്സരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ബ്രസീലും മൊറോക്കോയും തമ്മിലുള്ള മത്സരമാണ് ആദ്യം നടക്കുക. ജൂൺ 13-ാം തീയതിയാണ് ആ മത്സരം അരങ്ങേറുക. ശനിയാഴ്ചയാണ് ആ മത്സരം. പിന്നീട് ബ്രസീലും ഹെയ്ത്തിയും തമ്മിൽ ഏറ്റുമുട്ടും. ജൂൺ 19-ാം തീയതി അഥവാ വെള്ളിയാഴ്ചയാണ് ആ ഒരു മത്സരം നടക്കുക. പിന്നീടാണ് ബ്രസീലും സ്കോട്ട്ലാൻഡും തമ്മിൽ ഏറ്റുമുട്ടുക. ജൂൺ 24-ാം തീയതി അഥവാ ബുധനാഴ്ചയാണ് ആ ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയുക. അതായത് വേൾഡ് കപ്പിന്റെ തുടക്കത്തിൽ തന്നെ ബ്രസീലിന്റെ മത്സരങ്ങൾ ഉണ്ടാകും. കാരണം ഗ്രൂപ്പ് സിയിലാണ് ഇപ്പോൾ ബ്രസീൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്. മൊറോക്കോയും ബ്രസീലും തമ്മിലുള്ള ആ ഒരു മത്സരം അത് വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം തന്നെയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.